ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നൽകുന്ന ഒരു സ്മാർട്ട് വാച്ച് അൺബോക്സിംഗ് ആണ്. WS69 Pro. നമുക്ക് ഈ വാച്ചിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, പിന്നെ ഈ വാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് ആദ്യം വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്താണ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ചുമ്മാ ഒന്നുകൂടെ കാണിക്കുന്നതാണ്. ഗൈസ്, നമുക്ക് അതിനകത്ത് 2 സ്ട്രാപ്പ് കിട്ടുന്നുണ്ട്. ഒരു ബ്ലാക്ക് സ്ട്രാപ്പും പിന്നെ ഒരു ക്രീം കളറിലൊരു സ്ട്രാപ്പും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചാർജർ, ഇത് വയർലെസ് ചാർജറാണ്. USB Type A ആണിത്. ഞാൻ പറഞ്ഞ ഒരു ക്രീം കളറിലെ സ്ട്രാപ്പാണ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവൽ ഇത് നോക്കി നമുക്ക് ഇതിനകത്ത് ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ പുറകെ ഒരു QR കോഡുണ്ട്. വാച്ചിനും QR കോഡുണ്ട് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്താണ് ഇതിൻ്റെ വാച്ച്, നമുക്ക് വാച്ച് എടുക്കാം. വാച്ചിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കോപ്പിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കാം. ഇവിടെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കാണാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അതിൻ്റെ സൈഡിൽ ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കാണാം. പിന്നെ ഇവിടെയാണ് നമ്മൾ സ്ട്രാപ്പ് ഇടുന്നത്. പിന്നെ ഇപ്പുറം അതിൻ്റെ ബട്ടൺ, പിന്നെ മൈക്ക്, പിന്നെ ഇതിൻ്റെ ക്രൗണ്. കേസിൻ്റെ ഇത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, 2 ഇഞ്ചിൻ്റെ. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ഇൻഫോർമേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സെൻസർ വരുന്നത്. പിന്നെ ഇത് മാഗ്നറ്റിക് ആണ്. ഇതിൻ്റെ വയർലെസ് ആയിട്ടാണ് ചാർജ് ആവുന്നത്. കേസ് നമുക്ക് ചുമ്മാ നമുക്ക് ഓണാക്കി നോക്കാം. ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇതാണ് പവർ ബട്ടൺ. ഇതിപ്പോൾ ഇത് ഓണായിട്ടുണ്ട്, യെല്ലോ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഓണായി. നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലെ ഫീച്ചേഴ്സൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിടാം. വാച്ച് സ്മൂത്തായിട്ട് നമുക്ക് കണ്ടാൽ UI ഭയങ്കര സ്മൂത്താണ്. ഇത്രയും ബ്രൈറ്റ്നസ് ഉണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചല്ലേ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിനൊക്കെ വാൾപേപ്പേഴ്സ് നമുക്ക് നോക്കാം ആദ്യം. ഗൈസ്, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് ഫുൾ സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേക്ക്, ഒക്കെ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ വാൾപേപ്പേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് ഓർമ്മയാണ്, ഇതൊക്കെ സ്റ്റോക്കാണ്. നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ ഇതൊരു വാൾപേപ്പർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് കർവൊക്കെ കാണായിരിക്കും. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. പിന്നെ എൻ്റെ ഇത് HD ഡിസ്പ്ലേ ആണ്, LCD. പക്ഷെ എന്നാലും നല്ല ഷാർപ്നെസ് ഉണ്ട്, ഭയങ്കര ഷാർപ്പാണ് ഡിസ്പ്ലേ ഒക്കെ. ഇപ്പോൾ ഇത്ര വാൾപേപ്പേഴ്സാണ് അതാ ഉള്ളത്. നമുക്ക് ചെയ്തിടാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വിളിക്കാൻ നമുക്ക് അതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് പാട്ടും കേൾക്കാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്കകത്ത് വെതർ കാണിക്കും, ലൊക്കേഷൻ കാണിക്കും, പിന്നെ കോൾ ചെയ്യാം, വെതർ, പിന്നെ ബാക്കിയുള്ള ഐറ്റംസ്. പിന്നെ നമുക്ക് വരുന്ന ഹെൽത്ത് പരമായിട്ട് ഓൾറെഡി ചെക്ക് ചെയ്യാനും പറ്റും ഇവിടെ. പിന്നെ എൻ്റെ ബാക്കിൽ അതിൻ്റെ സെൻസറും വരുന്നുണ്ട്. പിന്നെ അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എൻ്റെ ബാറ്ററി ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ മ്യൂസിക് അങ്ങനത്തൊക്കെ പ്ലേ ചെയ്യാം. ഇതാണ് സ്പീക്കർ, അത്യാവശ്യം ലൗഡാണ്, കുഴപ്പമില്ലാണ്ട് കേൾക്കാം. പിന്നെ അത് വെതർ കാണിക്കും, നമ്മുടെ ലൊക്കേഷൻ കാണിക്കും, സമയം. പിന്നെ നമുക്ക് മേളിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടാണ്. പിന്നെ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും. പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഓണാവുന്ന, പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാച്ച് എന്തായാലും സ്മൂത്താണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ താഴെ നിന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ആപ്പ് കണക്ട് ചെയ്തതിനകത്ത് കാണാം. പിന്നെ നമുക്ക് എൻ്റെ മെനുവിലേക്ക് നോക്കാം. ഇതാണ് എൻ്റെ മെനു ഒക്കെ സ്മൂത്താണ്. എന്തായാലും അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഡിസൈൻ മാറ്റി വെക്കാം, ഇത് വേറെ ഡിസൈൻ. ഇതാണ് എൻ്റെ ഡിസൈൻ. ഒന്നും വലിയ വിഷയമുള്ള കേസല്ല, നല്ല സ്മൂത്താണ്. അപ്പോൾ ഇതാണ് വാച്ച്. പിന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓഫ് ചെയ്യാം. ഇതിൽ ഞെക്കി പിടിച്ചാൽ മതി. ഇതിലിങ്ങനെ നീക്കി കഴിയുമ്പോൾ സാധനം ഓഫാവും. ഇപ്പോൾ ഇതാണ് കേസ് വാച്ച്. മറ്റേ അതൊക്കെ ചാർജ് ചെയ്യണതിന് ഒരു മണിക്കൂർ മതിയാവും, 1 മണിക്കൂർ മാക്സിമം അതിനുള്ള സാധനം ചാർജ് ആവും. പിന്നെ എൻ്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 3 ദിവസം ആയിട്ടുണ്ട്, എന്തായാലും ഒരു 5 ദിവസം 6 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ബ്ലൂടൂത്ത് ഓഫ് ആണെങ്കിൽ എന്തായാലും 10 ദിവസം അടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്.
ഈ സപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത്. പിന്നെ എൻ്റെ റേറ്റ് വരുന്നത് 1500 ആണ്, 1500 ആണ്. പിന്നെ അപ്പോൾ ഈ സപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.